ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 28 വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരു ഞായറാഴ്ച ഷിക്കാഗോ നഗരത്തിലുള്ള ഒരു നൃത്തസംഘം ഒരു മദ്യശാലയിൽ നിന്നും പുറത്തു വന്നപ്പോൾ വഴിയരികിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് സുവിശേഷ ഗാനങ്ങൾ പാടുകയും ഏതൊരു മനുഷ്യനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് ക്രിസ്തുവിനുള്ള ശക്തിയെക്കുറിച്ച് സാക്ഷിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. പസഫിക് ഗാർഡൻ മിഷനിലെ ഹാരി മോൺറോ എന്ന ദൈവദാസൻ തിരുവചനത്തെ ആധാരമാക്കി ഒരു ചുരുങ്ങിയ ദൂത് നൽകി. നൃത്തസംഘത്തിൽ ഉൾപ്പെട്ട ഒരു യുവാവിനെ അത് വളരെയേറെ ആകർഷിച്ചു. തൻ്റെ ബാല്യകാല സ്മരണകൾ അവൻ്റെ മനസ്സിൽ കൂടെ പാഞ്ഞുപോയി. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പതിവായിരുന്ന ദൈവഭക്തിയായ മാതാവിനെക്കുറിച്ചും താൻ ആരാധനയിൽ സംബന്ധിച്ചു കൊണ്ടിരുന്ന ദൈവാലയത്തെക്കുറിച്ചും അവൻ ഓർത്തു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ പറഞ്ഞു, കൂട്ടുകാരെ, എനിക്ക് മതിയായി. ഞാൻ എൻ്റെ പാപവഴിയിൽ നിന്നും തിരിഞ്ഞ് ക്രിസ്തുവിങ്കിലേക്ക് ചെല്ലുവാൻ പോവുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം, എങ്കിലും നാം ഇവിടെ വെച്ച് പിരിഞ്ഞേ മതിയാകൂ. കൂട്ടത്തിലുള്ളവർ അവനെ പരിഹസിച്ചു. മറ്റുള്ളവർ സ്തബ്ധരായി നിലകൊണ്ടു. അവൻ മിഷൻ സെന്ററിലേക്ക് കടന്നു ചെന്ന് അവിടെ വെച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി വിളിച്ചപേക്ഷിച്ചു. പിൽക്കാലത്ത് അതിനെക്കുറിച്ച് അവൻ സാക്ഷിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ പാപവഴിയിൽ നിന്ന് ഞാൻ ഇടറിയോടി. എങ്കിലേക്ക് നീട്ടപ്പെട്ടിരുന്ന പ്രിയരക്ഷകൻ്റെ കരവലയത്തിൽ ഞാൻ അഭയം പ്രാപിച്ചു. ആ നിമിഷത്തിൽ തന്നെ ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു. ആ നൃത്തസംഘാംഗം ബില്ലി സൺഡേ എന്ന പേരിൽ വിഖ്യാതനായി തീർന്ന സുവിശേഷകനായിരുന്നു. ഭാരിച്ച ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന തൻ്റെ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം കേവലം $75 മാത്രം പ്രതിമാസം വേതനം പറ്റിക്കൊണ്ട് YMCAയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീടാണ് അദ്ദേഹം സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. പഴയ മാമൂലുകൾക്കൊന്നും വഴങ്ങാത്ത വികാരോജ്വലമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിച്ചു. താൻ ചെയ്തതുപോലെ ക്രിസ്തുവിങ്കിലേക്ക് അടുത്ത് ചെന്ന് സൗജന്യമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷയെ അനുഭവമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധപൂർവമായ ആഹ്വാനം കേട്ട് അനേകർ മാനസാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു തുറന്ന വേദപുസ്തകമായിരിക്കണം. മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കവണ്ണം, രക്ഷയിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളുമെല്ലാം മുഖാന്തരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ആഹ്വാനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതം ഒരു സുവിശേഷമായി മാറുവാൻ ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ ചിന്തകളുമെല്ലാം കർത്താവിങ്കിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.